അത് മാത്രമല്ല, വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅതൻ, ഒരു ചീത്ത സമ്പ്രദായം, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ, ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായ ഒരു ചീത്ത സമ്പ്രദായം ഇസ്ലാമിൽ ഒരാൾ നടപ്പിൽ വരുത്തിയാൽ ഫലഹു വിസ്റുഹാ വവിസ്റു മൻ അമില ബിഹാ, ആ വ്യക്തി ആ തെറ്റായ ആചാരം, തെറ്റായ ഒരു സമ്പ്രദായം ഇസ്ലാമിക സമൂഹത്തിൽ തുടങ്ങിവെച്ചതിന്റെ ഫലമായി അവൻ ശിക്ഷിക്കപ്പെടുമെന്ന് മാത്രമല്ല, ആ തെറ്റായ പ്രവണത പിൻപറ്റിക്കൊണ്ട് ആരൊക്കെ പിൽക്കാലത്ത് പ്രവർത്തിക്കുന്നുവോ ആ പ്രവർത്തിച്ചവരുടെ കുറ്റത്തിന് സമാനമായ കുറ്റം, ആ ചെയ്തവരുടെ തെറ്റിൽ നിന്ന്, കുറ്റത്തിൽ നിന്ന് ഒട്ടും കുറയാതെ തന്നെ ഈ മാതൃക, തെറ്റായ മാതൃക ലോകത്തിന് മുമ്പിൽ സൃഷ്ടിച്ച വ്യക്തിക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും അർത്ഥഗർഭമായ രൂപത്തിൽ, ഇത്രയും ചുരുക്കി ഈ കാര്യം വിശദീകരിക്കുവാൻ മറ്റാർക്കും സാധിക്കുകയില്ല. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅതൻ ഫലഹു വിസ്റുഹാ വവിസ്റു മൻ അമില ബിഹാ. തെറ്റായ സമ്പ്രദായങ്ങൾ ആര് കാണിച്ചുവോ, ആര് സൃഷ്ടിച്ചുവോ അവർക്കതിന്റെ ശിക്ഷയും, സദാചാരങ്ങൾ ആര് നടപ്പിൽ വരുത്തിയോ, ആരംഭിച്ചുവോ അവർക്കതിന്റെ പ്രതിഫലവും ലഭിക്കുമെന്ന് ഈ ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കുന്നു. സഹോദരങ്ങളെ, വളരെ പ്രസിദ്ധമായ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഹദീസും വളരെ ദുർവ്യാഖ്യാനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടു. ഞാനൊരു കാര്യം മാത്രം സൂചിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത് നേരത്തെ നിലവിലുള്ള ഒരു കാര്യമാണ് സ്വതക്ക കൊടുക്കുക. ഉദാഹരണം, ദാനധർമ്മങ്ങൾ ചെയ്യുക ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട ഒരു സുന്നത്താണ്. ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു സദസ്സിൽ വെച്ച് ഒരു നല്ല കാര്യത്തിന് വേണ്ടി സ്വതക്ക ചോദിക്കുന്നു ഒരാൾ, ദാനധർമ്മങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ ദാനധർമ്മങ്ങൾ ചോദിക്കുമ്പോൾ ധാരാളം ആളുകളുണ്ട്. ആ ആളുകളിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ആ ദാനധർമ്മം നൽകുന്ന പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നു. കുറെ ആളുകളുള്ളതിൽ ഒരാൾ എഴുന്നേറ്റ് ആ നല്ല കാര്യത്തിന് തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ തുടക്കം കുറിച്ചാൽ തുടക്കം കുറിക്കുന്ന ആ വ്യക്തിയെ കണ്ട് ആരൊക്കെ പിന്നീട് ദാനധർമ്മങ്ങൾ കൊടുക്കുന്നുവോ, സ്വതക്ക കൊടുക്കുന്നുവോ അവർക്കെല്ലാം അവരുടെയൊക്കെ ആ നല്ല പ്രവർത്തനങ്ങളുടെ പ്രതിഫലം, അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറയാതെ അത് തുടങ്ങി വെച്ച വ്യക്തിക്ക് ലഭിക്കുമെന്ന് ഈ ഹദീസിന്റെ അർത്ഥമുണ്ട്. ഈ ഹദീസിന്റെ വ്യാപ്തിയിൽ ആ പ്രവർത്തനം പെടും. ഒരു സദസ്സിൽ നിന്ന് ഒരു നല്ല പ്രവർത്തനം ഒരാൾ ആരംഭിക്കുന്നു, ആ നല്ല പ്രവർത്തനം മാതൃകയാക്കി പിന്നീട് ആ സദസ്സിലുള്ളവരൊക്കെയും പ്രവർത്തിക്കുന്നു എങ്കിൽ ആ പ്രവർത്തനം തുടങ്ങിവെച്ച വ്യക്തിക്ക് പിന്നീട് പ്രവർത്തിച്ചവരുടെ പ്രതിഫലത്തിന് സമാനമായ പ്രതിഫലം ലഭിക്കും. ഈ ഹദീസിന്റെ വ്യാപ്തിയിൽ അത് വരും. അതേസമയം അത് മാത്രമാണ് ഹദീസിന്റെ അർത്ഥം എന്ന് ദുർവ്യാഖ്യാനിക്കുന്നവരാണ് ഇസ്ലാമിലെ സുന്നത്തിനെയും ബിദ്അത്തിനെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തുള്ള ആളുകൾ. അത് മാത്രമാണ് ഹദീസിന്റെ അർത്ഥം. അത് ശരിയല്ല. പണ്ഡിതന്മാർ ഈ ഹദീസിന്, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, സവാഉൻ കാന ദാലികൽ വല്ലലാലതു ഹുവല്ലദീ ഇബ്തദഅഹു അം കാന മസ്ബൂകൻ ഇലൈഹി. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ എന്ന് പറയുന്ന ഹദീസിന്റെ വ്യാപ്തിയിൽ നിലവിലുള്ള സുന്നത്തുകൾ ഒരു സദസ്സിൽ വെച്ച് ഒരു ഘട്ടത്തിൽ പ്രത്യേകമായി അത് ഉദ്ഘാടനം ചെയ്യുന്ന, അത് തുടങ്ങുന്ന ആ പ്രവണതയെക്കുറിച്ച് മാത്രമാണോ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ എന്ന് വിശദീകരിക്കപ്പെടുന്നത്? അല്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്, ആ പ്രവർത്തനം നിലവിലുള്ളതാണെങ്കിലും ഇല്ലാത്ത ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ചതാണെങ്കിലും അത് പ്രമാണ വിരുദ്ധമല്ലെങ്കിൽ, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കുന്നതാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഹദീസിന്റെ വ്യാപ്തിയിൽ ആ പുതിയ പ്രവർത്തനം ഉൾപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു.
അങ്ങനെ ഒരുപാട് സുന്നത്തുകൾ ലോകത്തെ ഇസ്ലാമിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം മത വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച ഒരുപാട് സമ്പ്രദായങ്ങൾ, എത്രയോ സമ്പ്രദായങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഇൽമ് പഠിക്കുക, പഠിപ്പിക്കുക, അത് പ്രചരിപ്പിക്കുക, അങ്ങനെ ഒരു സമ്പ്രദായം നിലവിലുണ്ട്. പക്ഷേ ആ സമ്പ്രദായം ഒരു മദ്രസാ സംവിധാനത്തിലേക്ക് കെട്ടിടമുണ്ടാക്കി, ആ കെട്ടിടത്തിൽ ക്ലാസുകൾ സംവിധാനിച്ച് ബെഞ്ചും ഡെസ്കും ഉപയോഗപ്പെടുത്തി, പുസ്തകങ്ങൾ ഉപയോഗപ്പെടുത്തി, ഒരു പ്രത്യേക പാഠ്യപദ്ധതിയെ ആശ്രയിച്ച്, അതേ പാഠ്യപദ്ധതിയെ ആശ്രയിച്ചുകൊണ്ട് തന്നെ പ്രത്യേക പരീക്ഷാ സംവിധാനമുണ്ടാക്കി, അങ്ങനെ 1-ൽ നിന്ന് 2-ലേക്കും 2-ൽ നിന്ന് 3-ലേക്കും അങ്ങനെ ജയിച്ച് 10ാം തരം പാസ്സാവുമ്പോൾ കുട്ടികൾക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റ് കൊടുത്ത്, 5ാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സാവുമ്പോൾ കുട്ടികൾക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകി, അങ്ങനെയൊന്നുമുള്ള സംവിധാനം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഇല്ല. ഇല്ലാത്ത ഒരുപാട് സമ്പ്രദായങ്ങൾ ദീനീ വിദ്യാഭ്യാസവുമായി മതവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നാം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ആരംഭിച്ച ഇതൊക്കെയും അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലാത്ത കാരണത്താൽ അത് ബിദ്അത്താണ്, അനാചാരമാണ്. അനാചാരങ്ങളൊക്കെ പേച്ചതാണ്, പേച്ചതൊക്കെ നരകത്തിലാണ്. അതുകൊണ്ട് മദ്രസയും സിലബസും പുസ്തകവും പരീക്ഷയും ഒക്കെ നരകത്തിലാണ് എന്ന് പറയുന്ന ഈ ദുഷ്പ്രവണത സഹോദരങ്ങളെ ഇസ്ലാമിന്റെ പേരിൽ തന്നെയാണ് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ വക്താക്കളും ഇസ്ലാമിന്റെ പ്രചാരകരും എന്ന് അവകാശപ്പെടുന്നവർ തന്നെയാണ് അത്തരം പ്രചാരവേലകൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നാം തിരിച്ചറിയണം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മുഖത്തടിക്കുന്ന വിശദീകരണമാണ് നൽകിയത്. ഇസ്ലാമിൽ നേരത്തെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നിലവിലുള്ള സുന്നത്തുകളാവട്ടെ, നിലവിലില്ലാത്ത ആചാരങ്ങളാകട്ടെ, അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത വിധം പ്രമാണങ്ങളുടെ പിന്തുണയോടെ ആര് സ്ഥാപിക്കുന്നുവോ, ആര് നടപ്പിൽ വരുത്തുന്നുവോ അവൻ ചെയ്യുന്ന പ്രവർത്തനം പ്രതിഫലാർഹമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അതോടൊപ്പം ചേർത്തി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അനാചാരം എന്ന് പറയുന്നത് എന്താണ്? കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഈ ഹദീസിന്റെ സുപ്രസിദ്ധമായ ഒരു ഹദീസിന്റെ ഭാഗമാണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ സ്റ്റേജിലും നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്നു, എല്ലാ അനാചാരങ്ങളും എല്ലാ പുതിയതും ബിദ്അത്താണ്, എല്ലാ പുതിയതും അനാചാരമാണ്, എല്ലാ അനാചാരങ്ങളും പിഴച്ചതാണ്, പിഴച്ചതൊക്കെ നരകത്തിലുമാണ്. ഇങ്ങനെ ഒരു ബാഹ്യമായ വിശദീകരണം അതിന്റെ ആന്തരിക അർത്ഥങ്ങളിലേക്കോ ഹദീസിനെ സംബന്ധിച്ച പഠനത്തിലേക്കോ വിശദീകരണത്തിലേക്കോ പോകാതെ ഒരു സാധാരണ ശ്രോതാവിനെ വട്ടം കറക്കുന്ന വിശദീകരണം സഹോദരങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിന്റെ തണലിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് ബിദ്അത്ത്, ഇസ്ലാമിൽ പറയുന്ന ഹദീസിൽ പറയുന്ന ബിദ്അത്ത് എന്താണ്, ഇസ്ലാമിൽ പറയുന്ന പുതിയ കാര്യം നരകത്തിലാണ്, പിഴച്ചതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഉച്ചത്തിൽ വിശദീകരിക്കുന്ന ആ തെറ്റായ കാര്യം എന്താണ് എന്ന് ഇമാം ഷാഫി വിശദീകരിച്ചിട്ടുണ്ട്. അൽ മുഹ്ദസാത്തു ലർബാനി. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത് കാണാം. 2 വിധമുണ്ട് പുതിയ കാര്യങ്ങൾ. പുതിയ കാര്യങ്ങൾ 2 രൂപത്തിലാണ്. ഒന്ന് മാ ഉഹ്ദിസ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅൻ. നേരത്തെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ച ഇസ്ലാമിന്റെ ചതുർപ്രമാണങ്ങൾ. ഈ ചതുർപ്രമാണങ്ങൾക്ക് വിരുദ്ധമായ രൂപത്തിൽ ഖുർആനിന് വിരുദ്ധമാണ്, സുന്നത്തിന് വിരുദ്ധമാണ്, ഇജ്മാഇന് വിരുദ്ധമാണ്, ഖിയാസിന് വിരുദ്ധമാണ്. ഇങ്ങനെ എല്ലാവരാലും ഇസ്ലാമിൽ അംഗീകരിക്കപ്പെടുന്ന 4 പ്രമാണങ്ങൾ, ഈ 4 പ്രമാണങ്ങൾക്കും വിരുദ്ധമായ രൂപത്തിൽ നടപ്പാക്കപ്പെടുന്ന നിർമ്മിക്കപ്പെടുന്ന പുതിയ കാര്യങ്ങൾ, ആ പുതിയ കാര്യങ്ങളൊക്കെയും അനാചാരമാണ്. അത് ഇസ്ലാമിൽ ബഹിഷ്കരിക്കപ്പെടേണ്ടതാണ്. ഇസ്ലാമിൽ വിമർശിക്കപ്പെട്ട തെറ്റായ ആചാരങ്ങളാണ് ഇമാം ഷാഫിഈ വിശദീകരിക്കുന്നു.